നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആതിരെ ഇക്കാര്യം അറിയണ്ട. ഒരുവിധം നിർബന്ധിച്ച അവളെ കല്യാണത്തിന് തന്നെ സമ്മതിച്ചത്. അതുകൊണ്ട് പലിശയ്ക്ക് കടമെടുത്ത കല്യാണം നടത്തുന്നെന്ന് അറിഞ്ഞ അവളെ കല്യാണം തന്നെ വേണ്ടെന്ന് വെച്ചേക്കും. ശരിയാ, അവൾ അറിയണ്ട. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങള് കുട്ടികൾ അറിയാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. രണ്ടുപേരും കൂടി എന്തോ ഗൂഢാലോചന നടത്തുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഈ ആതിരയുടെ ബുദ്ധിശക്തി അപാരം തന്നെ. എത്ര പെട്ടെന്നാ കണ്ടുപിടിച്ചത്? അല്ല, എന്ത് കണ്ടുപിടിച്ചു? ആതിരയുടെ കല്യാണം എങ്ങനെ അതിഗംഭീരമായി നടത്തണമെന്ന് ഞങ്ങളുടെ ആലോചന കണ്ടുപിടിച്ചത്. പക്ഷേ അതിന് ഗൂഢൊന്നും ഇല്ല കേട്ടോ, ആലോചനയേ ഉള്ളൂ. ആണല്ലേ? അതിന് അച്ഛന്റെ മുഖത്ത് എന്തിനാ ഇത്രയും വേവലാതി? ഏയ് മോളെ, നമ്മളെ പോലുള്ള ആൾക്കാർക്ക് എപ്പോഴും വേവലാതി തന്നെയാ. അത് പോട്ടെ, ഹരീഷൻ വിളിച്ചിരുന്നു? ഇല്ലല്ലോ. എന്തിനാ? അല്ല, കല്യാണ ലെറ്ററിന്റെ സാമ്പിൾ സെലക്ട് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാണല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛാ. ആണോ? അല്ല, കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നീ അങ്ങോട്ടൊന്ന് വിളിക്കണം. ശരി അച്ഛാ. എന്റെ പ്രയാസങ്ങൾ മുത്തശ്ശനോട് പറഞ്ഞ് മുത്തശ്ശന് തന്നെ ഇപ്പൊ എന്നോട് വെറുപ്പായെന്നോ സംശയം. ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനുള്ള ബുദ്ധി നിനക്കില്ലെന്ന് എനിക്കറിയാം. ആ, നീ എന്റെ ഉറ്റ സുഹൃത്തായി പോയില്ലേ, അപ്പൊ പിന്നെ നിന്നോടല്ലാതെ വേറെ ആരോടാ പറയാ? ഹരി, ഇവിടുന്ന് താഴേക്ക് ചാടിയ ചാവോ അതോ കയ്യോ കാലോ? ഏയ്, ചാടാൻ വരട്ടെ. എടാ, കോളേജിൽ പഠിക്കുമ്പോ എന്റെ പുറകെ എത്ര പെമ്പിള്ളേർ നടന്നിട്ടുണ്ടെന്നറിയോ? ഒരു പ്രമീള, ഒരനുപമ, ഒരു നവ്യ. ഇതിലാരെങ്കിലും പ്രേമിക്കാൻ അന്ന് മുത്തശ്ശനോട് പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയ ഉടനെ ഇതിലാരെങ്കിലും കുട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി പണ്ട് മുത്തശ്ശൻ ചെയ്ത പോലെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരായിരുന്നു. ഇനിയിപ്പൊ അത് നടക്കില്ല. അവരുടെയൊക്കെ കല്യാണവും കഴിഞ്ഞു. ഇപ്പൊ എന്തായി? എന്റെ കല്യാണ ചെലവ് ഇങ്ങനെ കൂടി വരുവാ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിക്ക്, ചാടാൻ വരട്ടെ. ബാക്കി ഇവിടെ കേട്ടിട്ട് ചാടിക്കും. എടാ, ആതിരയുടെ അച്ഛനാണെങ്കിൽ കല്യാണം ഉത്സവം പോലെ നടത്തണമെന്നും പറഞ്ഞ് ആകെ ലഹരി കയറി നടക്കുക. ആനയും അമ്പാരിയും വേണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് എപ്പ പറയുവോ ആവോ. ഞാനിങ്ങനെ ചെലവ് ചുരുക്കി ബാങ്കിൽ സൂക്ഷിച്ചു വെച്ച പൈസയൊക്കെ ഇതോടെ തീരുമെന്നാ തോന്നുന്നു. മാക്സിമം 50,000 രൂപയ്ക്ക് കല്യാണം അതിഗംഭീരമായി നടത്തി വേറൊരു വീടും എടുത്ത് ആതിരയോടൊപ്പം ശേഷകാലം ജീവിക്കാന്ന് കരുതിയതൊക്കെ ആകെ കൊളായിക്കൊണ്ടിരിക്കുക. എന്നാലോ ഈ കല്യാണം അങ്ങ് ഉപേക്ഷിച്ചാലോന്ന് വരെ ഞാൻ തിരിച്ചു മറിച്ചു ആലോചിച്ചതാ. അപ്പൊ സന്യാസിന് പറഞ്ഞത് നീ മറന്നോ? ഇനി വരുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് ആജീവനാന്തം കല്യാണം ഇല്ല. അതല്ലേടാ മണ്ട, ഞാൻ വീണ്ടും തീരുമാനം മാറ്റിയത്. അത് മാത്രല്ല, ഈ കല്യാണം മുടങ്ങിയ ആ രക്തദാഹിയും കുടുംബവും സന്തോഷിക്കും. ഇപ്പൊ എന്റെ അവസ്ഥ ചെകുത്താനും കടലിനും നടുവില. ആരാ എന്നെ ഒന്ന് രക്ഷിക്ക? എന്റെ വുഡ്ബിയ പുതിയ കുരുക്ക് വല്ലതും ആണോ ആവോ? ഹലോ ആതിരെ, എന്തുണ്ട് വിശേഷം? ഹരിച്ചേട്ടൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. ആതിരയോ? ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതെയോ? ഞാനിപ്പോ വിചാരിച്ചതേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞ് ആതിര ഒന്ന് വിളിക്കണമെന്ന്. ആണോ? അപ്പൊ 100 സാർക്കാ. എനിക്കോ അത് ചേട്ടനോ? നമുക്ക് രണ്ടുപേർക്കൊന്നല്ലേ ആതിര പറയാറ്. ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചത് ഡിസ്റ്റർബൻസ് ആയോ? എന്തെങ്കിലും തിരക്കിലാണോ? ആണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാം. അയ്യോ, കട്ടിയല്ലേ, നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. അതെ, അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാനല്ല വിളിച്ചത്. ഇൻവിറ്റേഷൻ കാർഡ് നോക്കാൻ പോണെന്ന് അച്ഛൻ പറഞ്ഞു. എപ്പോഴാ പോണ്ടത്? ആതിര ഫ്രീ ആണെങ്കിൽ ഉടനെ പോ. അതെ, കാറ് എങ്ങനെയുള്ളതാവണമെന്നാ ആതിരയുടെ അഭിപ്രായം? ചേട്ടന്റെ അഭിപ്രായം ആദ്യം കേക്കട്ടെ. എന്റെ മടിയിലേക്ക് ഇട്ടുവന്നു ഈ പെൺകുട്ടികളുടെ ഓരോ സാമർത്ഥ്യം. എന്താ മറുപടി ഒന്നും പറയാത്തെ? ഫോൺ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയോ? എങ്ങും പോയില്ല, മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിക്കായിരുന്നു. എന്നിട്ട് എന്തായി ചിന്തയുടെ റിസൾട്ട്? സിമ്പിൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊരു ചൊല്ലുണ്ട്, അത് കേട്ടിട്ടുണ്ടോ ആതിര? ഇല്ല. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മേരി മാഡം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള കോട്ടാണത്. അതിന്റെ വേറൊരു രൂപ സിമ്പിൾ ഈസ് ബ്യൂട്ടിഫുൾ. നമ്മുടെ കാരണം അങ്ങനെ ആവണമെന്ന എന്റെ ഒരു ആഗ്രഹം. ഗംഭീര ഐഡിയ. ഇതാണ് മനപ്പൊരുത്തം എന്ന് പറയുന്നത്. എനിക്കും ഇതേ ആഗ്രഹം തന്നെയാ. ഇതിൽ പല സന്തോഷം ഇനി വേറെ എന്ത് വേണം?
ശരി ആതിരെ, ഇറങ്ങുമ്പോ വിളിക്ക്. ഞാനും എത്തിക്കോളാം കാർഡ് ഷോപ്പിലേക്ക്. ശരി, ബൈ ചേട്ടാ. കേട്ടോ ബി? എന്താ? നീ മണ്ടനല്ലാന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എടാ, ആതിരയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പ്രശ്നം അവളുടെ അച്ഛനാ. ഈ കല്യാണത്തിന് കാശൊഴുക്കി മേനി നടിക്കാന്ന പുള്ളിയുടെ വിചാരം. അങ്ങനെ ഒന്ന് കൈപ്പിടിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. പിന്നെ ഞാനും ഹാപ്പി, ആതിരയും ഹാപ്പി. അങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് മുത്തശ്ശനോട് ചോദിക്കണം. ഗോപികെ, അച്ഛനും അതിനെയും കൂടി എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടിയുണ്ടോ? അറിയില്ലമ്മേ. അറിയില്ലെന്ന് പറഞ്ഞ ഏത് നേരം ഈ ഫോൺ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇടയ്ക്കെങ്കിലും ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചൂടെ? ഇവിടെ വെറുതെ മൊബൈൽ ഫോണും തൊണ്ടി ഇരിക്കല്ലമ്മേ. സ്കൂളിലേക്കുള്ള പ്രോജക്റ്റ് ചെയ്യാൻ ഞാൻ. അതാണോ ഇപ്പൊ പ്രധാനം? പ്രോജക്റ്റ് ആണത്ര പ്രോജക്റ്റ്. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ഇടയ്ക്കൊന്ന് അന്വേഷിച്ചൂടെ? അവളുടെ ഒരു പ്രോജക്റ്റ്. എന്തിനാ അമ്മ ഇങ്ങനെ ചൂടാവുന്നത്? എന്നോട് തട്ടിക്കയറുന്നോ അസത്തെ? എന്തിനാ അമ്മേ ഇവളിങ്ങനെ വഴക്ക് പറയുന്നേ? വഴക്ക് പറയണ്ടേ പിന്നെ? ഒരു വക പഠിക്കില്ല, സദാസമയം ഫോണിലാ. അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കൊടുക്കാൻ ഇവിടെ ഓരോരുത്തരുണ്ടല്ലോ. ഞാൻ പ്രോജക്റ്റ് ചെയ്യായിരുന്നു ചേച്ചി. നീ മിണ്ടരുത്. അച്ഛാ പോവാം. ഞാൻ എന്തിനാ വരുന്നത് മോളെ? നിങ്ങൾക്കല്ലേ കാർഡുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നത്. ഇപ്പോഴല്ലേ പുതിയ ഡിസൈനുകളും ഫാഷനും ഒക്കെ വന്നത്. പണ്ടൊക്കെ 4 വാചകം എഴുതി പ്രസ്സി കൊടുത്ത് അച്ഛ നിരത്തി അടിച്ച ക്ഷണപത്രങ്ങളായിരുന്നു. എന്തായാലും നീയും ഹരികൃഷ്ണനും കൂടി ചെന്ന് കാർഡ് സെലക്ട് ചെയ്യും, അതാ നല്ലത്. ഓ, അത് ശരി. ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യാനുള്ള പുറപ്പാടാണല്ലേ? ഓടൊക്കെ ഇവിടുന്ന് തന്നെ അങ്ങ് ആരംഭിച്ചേക്കാം. നിങ്ങളുടെ സെലക്ഷൻ ആവും നന്നാവുക. മഹാമോശ ശിവേട്ടാ. അത് ശരി, ഓടൊക്കെ ഇവിടെന്നേ തുടങ്ങാന്ന് നീ തീരുമാനിച്ചോ? ഒരു നല്ല കാര്യം പറയാന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല അല്ലേ? കല്യാണ നിശ്ചയം കഴിഞ്ഞ പെണ്ണും ചെറുക്കനും തനിയെ കറങ്ങി നടക്കുന്നത് ശരിയാണോ? ഇൻവിറ്റേഷൻ കാർഡ് വിൽക്കുന്ന കടയിൽ പോകുന്നത് കറങ്ങി നടക്കലാണോ? എന്നാലും അവര് തനിച്ചങ്ങനെ വിടാമോ? നീ ഇത് ഏത് കാലത്താ ജീവിക്കുന്നത് പത്മിനി? കല്യാണം നിശ്ചയിച്ച കുട്ടികൾ രണ്ടുപേരും കൂടി ഫോറിൻ ടൂർ വരെ നടത്തുന്ന കാലമായത്. മറ്റുള്ളവർ എന്ത് അസംബന്ധവും കാണിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ അത് ചെയ്യണോ? അത് പോട്ടെ, ഇൻവിറ്റേഷൻ കാർഡ് കല്യാണം പോലെ തന്നെ ഗ്രാൻഡ് ആവണമെന്ന് നിങ്ങൾക്ക് വിചാരമില്ലേ? ഉണ്ട്, അതുകൊണ്ടാ അവരോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. എന്നെക്കാൾ കൂടുതൽ അതൊക്കെ അവർക്കറിയാം. അപ്പോ എനിക്ക് പറയാനുള്ള അഭിപ്രായത്തിനൊന്നും ഒരു വിലയില്ല അല്ലേ? ഞാനെന്താ ഇതൊന്നും അറിയാത്ത ശുദ്ധ വിഡ്ഢിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അമ്മ പറയുന്നത് കാർഡ് സെലക്ട് ചെയ്യാൻ അമ്മയും വരാന്നാണോ? അതേതായാലും വളരെ നന്നായി. ഇതെന്താ പുതിയൊരു ബോധോദയം പത്മിനി? അവിടെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാമെന്ന ചിന്ത മനസ്സിൽ വന്ന് കൂടിയിട്ടുണ്ടോ?